ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് ഒരു 2.5 മീറ്ററിൻ്റെ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള വശം ആണ് ഇപ്പം ഞാൻ നിൽക്കുന്ന വശത്തേക്ക് ഇട്ടേക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതായത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരണമല്ലോ രണ്ട് വശവും. അപ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ വശത്തേക്ക് വരേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ ലെങ്ത് അടയാളപ്പെടുത്തണം. അപ്പം ഇവിടെ മടക്കി അടിക്കാനായിട്ട് ഒരു 2 ഇഞ്ച് നമ്മളിവിടെ ഇടണം. അതിനുശേഷം അവിടെ ആ 2 ഇഞ്ചിൻ്റെ ഇവിടെ വെച്ചാണ് നമ്മൾ എത്രയാണോ ലെങ്ത് അടയാളപ്പെടുത്തേണ്ടത്. പക്ഷേ എനിക്ക് ഈ തുണി വീതി കുറവായതുകൊണ്ട് അത്രയും നീളം കിട്ടുന്നില്ല. അത് കാരണം ഞാനിവിടെ ഒരു പീസ് വേറെ ജോയിൻ ചെയ്താണ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 37 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇവിടെ വേറെ പീസ് വെച്ചാണ് ഞാൻ മടക്കി അടിക്കാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള 1/2 ഇഞ്ചും കൂടി ഇടണം. അപ്പോൾ 37.5 നമുക്ക് മുകളിലേക്ക് അടയാളപ്പെടുത്താം. ഞാനിവിടെ 37 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വേണം, നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടണം കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഈ അറ്റം സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ വളഞ്ഞൊക്കെ കിടക്കുവാണെങ്കിൽ നേരെ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെട്ടാനായിട്ട് വെച്ചേക്കണം. അതിനുശേഷമാണ് ഇറക്കം 37.5 ഞാനിവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ഇങ്ങോട്ട് നീക്കി 37 അടയാളപ്പെടുത്തി. അതിനുശേഷം അത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ മുകളിൽ ഇലാസ്റ്റിക് വെക്കണം. അതിനായിട്ട് 2 ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുക. 1 ഇഞ്ചിൻ്റെയാണ് ഞാൻ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അതുകൊണ്ട് 2 ഇഞ്ച് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അതിനുശേഷം നമുക്ക് വേസ്റ്റ് വണ്ണം നമ്മൾ എടുത്ത് വെക്കുക. വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഇലാസ്റ്റിക് വരുന്നത് അവിടുത്തെ വണ്ണം കറക്റ്റായിട്ട് നമ്മൾ എടുക്കണം. കറക്റ്റായിട്ടുള്ള വണ്ണം എടുത്തിട്ട് ആ വണ്ണം എത്രയാണോ, അതിപ്പോൾ ഇവിടെ എനിക്ക് വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ചിൻ്റെ 4/1 കാണണം. 40 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുന്നത് 10. അപ്പോൾ 10ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 12 ഇഞ്ച് കിട്ടും. ആ 12ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത്. അത് ഇലാസ്റ്റിക്കിൻ്റെ 2 ഇഞ്ചിൻ്റെ അവിടെ അല്ല അടയാളപ്പെടുത്തേണ്ടത്. ഈ 37.5 അടയാളപ്പെടുത്തില്ലേ, അവിടെ നമ്മൾ 12 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതെങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. വേസ്റ്റ് വണ്ണം എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ 4/1 കാണുക. അതിൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. അപ്പോഴേക്കും നമുക്ക് ആ അളവാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ ക്രോച്ച് ലെന്ത് എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 12 കിട്ടിയത്. ആ 12ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ക്രോച്ച് കിട്ടും. 12ൻ്റെ കൂടെ അത് നമ്മൾ എവിടെ നിന്നാണ് അടയാളപ്പെടുത്തേണ്ടത്? ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 ഇഞ്ച് നമ്മൾ വിട്ടുകളയാം. അവിടെ അല്ല അടയാളപ്പെടുത്തേണ്ടത്. ഈ 37.5 അടയാളപ്പെടുത്തിയിരിക്കുന്ന ലൈനില്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ 12 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ 37.5യിലാണ് 12 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ക്രോച്ച് ഏരിയ അടയാളപ്പെടുത്തുക. അപ്പോൾ 12ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 14 ഇഞ്ച് കിട്ടും. അവിടെയാണ് നമ്മൾ ക്രോച്ച് വരേണ്ടത്. പിന്നെ ഒട്ടും വണ്ണമില്ലാത്ത ആൾക്കാരില്ലേ, 32 ഇഞ്ചൊക്കെ വണ്ണമുള്ളവർ, അവർക്ക് ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു 10 കിട്ടുന്നതെങ്കിൽ 1 ഇഞ്ച് കൂട്ടി 11ൽ അടയാളപ്പെടുത്താം. ഇതിപ്പം നല്ല വണ്ണമുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മളിവിടെ 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇവിടുന്നും കൂടി ഈ 14 അടയാളപ്പെടുത്തിയതിൻ്റെ ഇവിടെയും കൂടി ഈ 12 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഈ മുകളിലത്തെ 12 ഇഞ്ച് ഇപ്പോൾ സെൻറ്റർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. മുകളിലേക്ക് നേരെ യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അവിടുന്നേ യോജിപ്പിക്കാം. അതിനുശേഷം നമ്മളിവിടെ ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടുന്നും ഇങ്ങനെ കർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരെ വെക്കുക. ഇതിപ്പം വണ്ണമില്ലാത്തവർക്കാണെങ്കിൽ 2 ഇഞ്ച് മതി. ഇത് നല്ല വണ്ണമുള്ള ഒരാളായതുകൊണ്ടാണ്. 32 ഇഞ്ചൊക്കെ വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് ഇട്ടാൽ മതി. ഇത് 2.5 ഇഞ്ച് വേണം. 2.5 ഇഞ്ച്. പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണത്തേക്കാൾ കൂടുതൽ ഹിപ്പിന് വണ്ണം ഉണ്ടെങ്കിൽ ആ വണ്ണത്തിൻ്റെയും 4/1 എടുത്തിട്ട് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് ചരിച്ച് വേണം വരാൻ. അതിനുശേഷം അവിടുന്ന് വേണം 2.5 ഇഞ്ച് അടയാളപ്പെടുത്താൻ. അത് ഞാൻ വേറൊരു ബാങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിലെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഹിപ്പ് വണ്ണത്തേക്കാൾ കുറവാണ് നമുക്ക് വേസ്റ്റ് വണ്ണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിങ്ങനെ കേർവായിട്ട് വരക്കുക. അതായത് ഇങ്ങനെ കുഴിച്ചിങ്ങനെ വരക്കണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ മതി. അല്ലാതെ ചുരിദാറിന് വരക്കുന്ന പോലെ കുഴിച്ചല്ല വരക്കേണ്ടത്. ഇങ്ങനെ
വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ എത്രയുണ്ട് അതിൻ്റെ പകുതി കാണുക. ഇവിടുന്ന് ഇവിടം വരെ 14 അരയുണ്ട്. ആ 14 അരയുടെ പകുതി 7.25. അത് നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അവിടുന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 7.25 ഈ സെയിം 7.25 നമ്മൾ താഴെ അടയാളപ്പെടുത്തണം. ഇവിടുന്ന് ഈ ലൈൻ വരച്ചിരിക്കുന്നില്ലേ അവിടെ നമ്മൾ 7.25 അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗമായി. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്കും ഒരു 3.5 അടയാളപ്പെടുത്തുക, ഇപ്പുറത്തേക്കും ഒരു 3.5 അടയാളപ്പെടുത്തുക. ഈ വണ്ണമുള്ളവർക്കാണെങ്കിൽ ഈ 3.5യുടെ ആവശ്യമുള്ളൂ. പിന്നെ ഭയങ്കര ലൂസ് വേണ്ടവർക്ക് വേണമെങ്കിൽ 4 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തുക. അതിൻ്റെ ആവശ്യമില്ല. 3.5 ഇങ്ങോട്ടും 3.5 ഇങ്ങോട്ടും അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ഇതും കൂടി യോജിപ്പിക്കണം. ക്രോച്ച് ഏരിയയും ഇതും കൂടി ഇങ്ങനെ യോജിപ്പിക്കുക. നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ സ്കെയിലുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിനുശേഷം ഈ ഇവിടെയും ഇവിടെയില്ലേ നമ്മളിവിടെ സെൻറ്റർ അടയാളപ്പെടുത്തിൻ്റെ അവിടെ ഇങ്ങനെ വരച്ചല്ലോ, ഇതും കൂടി സ്ട്രൈറ്റ് ഇങ്ങനെ വരക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ തുണികളൊന്നും ഇടുന്നില്ല. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ഇനി ബാക്ക് പീസിലാണ് നമ്മൾ തുണി കൂടുതലിട്ട് വേണം വെട്ടാൻ. ഇത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെയല്ല വെട്ടുന്ന, കുറച്ച് കൂടുതൽ തുണിയൊക്കെ ഇടണം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനിപ്പം നമ്മൾ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഇലാസ്റ്റിക് ഇടാനുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു കട്ടിട്ട് കൊടുത്തേക്കുക. പിന്നെ ഇത് ഇവിടെ ആയിട്ട് ഒരു കട്ടിട്ട് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് അടിക്കുമ്പം നമുക്ക് ഒരു ഇതിന് വേണ്ടി. പിന്നെ ഇവിടെ നമ്മൾ മടക്കിയായിരുന്നു അടിക്കുന്നത്, ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പം ഞാൻ വേറെ പീസ് വെച്ചാണല്ലോ. ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ ഒരു പീസ് എടുക്കുക. ഒരു പീസ് നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. ഒരു പീസ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് പീസാണ് വെട്ടേണ്ടത്. അതിനായിട്ട് ഇപ്പം ഇങ്ങനെ ഇട്ടാൽ എനിക്ക് തുണി തികയത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെയും ഓപ്പൺ ആയിട്ടുള്ള വശം നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് ഇട്ടിട്ട് വേണം നേരെ ചെയ്യാൻ. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം ഓപ്പൺ വശം എൻ്റെ ഭാഗത്തും ഫോൾഡഡ് ആയിട്ടുള്ള വശം അപ്പുറത്തും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ ഈ മടക്ക് നമ്മൾ കറക്റ്റായിട്ട് വരണം. ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഇരിക്കണം. ഒട്ടും മാറിപ്പോകാൻ പാടില്ല. ഇതിന് മാറിപ്പോയാൽ തയ്ക്കുമ്പോൾ വിഷയമാവും. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് എവിടെ നിന്നാണോ നമുക്ക് തുടങ്ങേണ്ടത് അവിടെ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ വരക്കണം. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ഇതിൻ്റെ പുറത്തേക്ക് വെക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ ലെവൽ ചെയ്ത് വെക്കണം. ഈ നോച്ചിട്ടിരിക്കുന്ന കണ്ട അതിങ്ങനെ ലെവൽ ചെയ്തിട്ട് ഇതും ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ താഴ്ഭാഗം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് വെക്കുക. അതിനുശേഷം ഇനി നമ്മൾ ഇവിടെയായിട്ട് ഈ ക്രോച്ച് ഏരിയയുടെ ഈ വശത്ത് ഒരു 2 ഇഞ്ച് വീതം കൂടുതൽ ആഡ് ചെയ്യണം. 2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ക്രോച്ച് ഏരിയയുടെ അവിടെ 2 ഇഞ്ച് 2.5 ഇഞ്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ 2.5 ആയിരുന്നല്ലോ കൊടുത്തത്, അത് തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെയും 2 ഇഞ്ച് മതി. ഇവിടെ ഇപ്പോൾ 2.5 ആണ് ഞാൻ അവിടെ കൊടുത്തത്, അതുകൊണ്ട് ഇവിടെയും 2.5. എന്നിട്ട് ക്രോച്ചിൻ്റെ അവിടെ ഇങ്ങനെ നേരെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ വരെ 2 ഇഞ്ച്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് കൂടുതൽ ആഡ് ചെയ്യണം. 2.5 ഇഞ്ച്. അതിനുശേഷം ഈ ക്രോച്ചൊക്കെ എല്ലാം കൂടി ഇങ്ങനെ നേരെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് വരച്ചില്ലേ, അതും ഇതും കൂടി ഇങ്ങനെ ചരിച്ച് ഇവിടെ കറക്റ്റിനും വരണം, ഇവിടെ കറക്റ്റിന് സെയിം ആയിട്ട് വരണം. ഇവിടെ ആ 2.5 ഇഞ്ച് കൂട്ടിയെടുത്ത അവിടേക്ക് നമ്മളിങ്ങനെ ചരിച്ച് വരക്കുക.
ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തുണി കുറവാണെങ്കിൽ 1.5 ഇഞ്ചാണേലും മതി. ഇപ്പോൾ എനിക്ക് തുണി ഉള്ളതുകൊണ്ട് ഞാനിവിടെ 2.5 ഇഞ്ച് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ 1.5 ഇഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച്. ബാക്ക് പീസിന് മുകൾ ഭാഗം കുറച്ച് കൂട്ടിയിടണം. അത് നമ്മൾ ഇരിക്കുമ്പോൾ ബാക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് കാലിൻ്റെ അവിടേക്ക് 1.5 ഇഞ്ച്. നമുക്കിപ്പോൾ ലൂസ് വേണമെന്നുള്ളവർക്ക് ഇവിടെയും 2 ഇഞ്ച് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ലൂസ് വേണമെങ്കിൽ 1 ഇഞ്ച് വീതമാണേലും മതി. അപ്പം ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 2 ഇഞ്ച് തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇവർക്ക് നല്ല ലൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലിനൊക്കെ നല്ല വണ്ണമുണ്ട്. താഴേക്ക് വരുമ്പോൾ 1 ഇഞ്ച് ആയാലും മതി. ഞാനിവിടെ 1.5 ഇഞ്ച് താഴേക്ക്. അതിനുശേഷം ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. ലൂസ് വേണ്ടവർക്ക് താഴേക്ക് 1 ഇഞ്ച് വീതം കൂട്ടിയാലും മതി. ലൂസ് വേണ്ടവർക്ക് നമ്മൾ അതിനനുസരിച്ച് ലൂസ് ഇട്ട് കൊടുക്കാം. നമ്മൾ അഥവാ ഇച്ചിരി ലൂസ് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കുറഞ്ഞു പോയാലാണ് വിഷയം. ഇപ്പോൾ ഇത് തന്നെയാണ് മെത്തേഡ്. ഏത് വണ്ണമുള്ളവർക്കാണെങ്കിലും ഇത് തന്നെയാണ് മെത്തേഡ്. പിന്നെ ഹിപ്പിന് വണ്ണം കൂടുതലുള്ളവർ മാത്രം ആ ക്രോച്ച് ഏരിയയുടെ ഇവിടേക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഒന്നും ഈ സൈഡിലേക്ക് നമ്മളൊന്നും ആഡ് ചെയ്യരുത്. അതേ ലെവലിൽ തന്നെ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ വെട്ടിയത് അതുപോലെ തന്നെ ഇരിക്കണം. ഈ വശത്തേക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ ക്രോച്ചിൻ്റെ ഇവിടുന്ന് 2 ഇഞ്ച് വീതം ആഡ് ചെയ്ത് ക്രോച്ച് ഏരിയയുടെ ഈ അറ്റം എത്തുമ്പോൾ നമ്മൾ ഇവിടെ 2.5 എടുത്തുകൊണ്ട് ഇവിടെയും 2.5 ആഡ് ചെയ്യണം. അതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കണം. ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് ഈ അറ്റത്ത് കൂടുതൽ ഇടുക. അതിനുശേഷം ഈ പാൻറ്റുമായിട്ട് ചരിച്ച് വരക്കുക. നിങ്ങൾക്ക് 1.5 മതിയെങ്കിൽ 1.5 ഇട്ടാലും മതി. എന്തായാലും കൂടുതൽ ഇടണം. അതിനുശേഷം ഇവിടേക്ക് 2 ഇഞ്ച് വീതമാണ് ഞാൻ കൂട്ടിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ച് മതിയെങ്കിൽ 1 ഇഞ്ച് വീതം. ഇത് ലൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ഇഞ്ച് വീതം താഴെ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അറ്റത്ത് ഞാൻ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെയിം ഒരേപോലെ തന്നെ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ നോച്ചിൻ്റെ അവിടെയൊക്കെ ഇതിനും കൂടി ഇത് പിടിച്ച് ഞാൻ നോച്ചിട്ട് കൊടുക്കണം. നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡും കൂടി ഈ ഇലാസ്റ്റിക് വരുന്നതാണ്. അത് നമുക്ക് മടക്കി അടിക്കുമ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇവിടെ അപ്പം കട്ടിങ് ഇത്രേ ഉള്ളൂ. ഇവിടെ ആയിട്ട് ഇനി ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഒരു 4 പീസ് വേണം. അത് ഒരു 2 ഇഞ്ചിൻ്റെയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ വീതി എത്രയുണ്ട്? ചെറിയ ഈ ഫ്രണ്ട് പീസിന് നമ്മൾ 7 ഇഞ്ചാണ് ഇവിടെ വീതിയുള്ളത്. അതിനൊരു 8 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുക്കുക. 8 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതിയും 2 ഇഞ്ചിലാണ് ഞാൻ മടക്കി അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 2.5 ഇഞ്ചിൽ നമ്മൾ അവിടെ പീസ് വെക്കണം. ഞാൻ ഇവിടെ ഒരു 2.5 ഇഞ്ച് വീതിയും ഒരു 11 ഇഞ്ച് നീളത്തിലും ഞാനിവിടെ ഒരെണ്ണം രണ്ട് പീസ് ഫ്രണ്ടിലത്തെ അടിയിലത്തെ ജോയിൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. മിച്ചം വരെ നമുക്ക് വെട്ടിക്കളയാം. കുറച്ച് കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ സെയിം 2.5 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ ബാക്കിലത്തെ പീസിൻ്റെ വീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കണം. ഇത് കുറച്ച് കൂടുതൽ ഇങ്ങനെ വെട്ടിയെടുത്തേക്കണം. ഇപ്പോൾ 2.5 ഇഞ്ച് വീതിയിലും ഇങ്ങനെ വെക്കാം. എന്നാൽ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മടക്കി ഇങ്ങനെ അടിക്കാനുള്ളതാണ്. മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണാനായിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. അതിനായിട്ട് ഫ്രണ്ട് പീസ് രണ്ടും നല്ല വശവും ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വെക്കുക. അതിൻ്റെ ക്രോച്ച് ഏരിയകൾ രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്യണം. ഫ്രണ്ട് പീസിൻ്റെ 2 ക്രോച്ച് ഏരിയകളും ഒരുമിച്ച് വെച്ച് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. കെട്ടിട്ട് തുടങ്ങണം. 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഭാഗം എടുക്കുക. ബാക്കിൻ്റെ ക്രോച്ച് ഏരിയകൾ ആകവും പുറമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെയും ക്രോച്ച് ഏരിയകൾ രണ്ടും കറക്റ്റായിട്ട് വെച്ച് ആദ്യം കെട്ടിയിട്ട് തുടങ്ങണം. ജോയിൻ ചെയ്തെടുക്കണം. ക്ലോത്ത് നമ്മൾ വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ അളവൊക്കെ തെറ്റും. അതും 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഏറ്റവും അടിയിൽ
നമുക്ക് മടക്കി അടിക്കണ്ടേ. ഇവിടെ നമ്മൾ മടക്കിയാണ് അടിക്കുന്നത്, ഇങ്ങനെ മടക്കി അടിച്ചാൽ മതി. പക്ഷേ ഇത് ഞാൻ ജോയിൻ ചെയ്യുമല്ലേ, അത് കാരണം ആ പീസ് നല്ല വശം എടുക്കുക, നല്ല വശത്ത് നിന്നും അടിയിലേക്കാണ് തയ്ച്ചെടുക്കേണ്ടത്. ബാക്കിയുള്ളത് ഇങ്ങനെ വെട്ടിക്കളയാം. കുറച്ച് കൂടുതലിട്ട് നമ്മൾ വെട്ടിയേക്കണം. നമുക്ക് ബാക്കിയുള്ളത് വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ. ഇനി ഇങ്ങനെ ഒന്ന് മടക്കി എത്ര വീതി വേണം അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ അപ്പുറത്തെ കാലിലും ഈ സെയിം വീതിക്ക് തന്നെ ആയിരിക്കണം ഇപ്പുറത്തും മടക്കിയെടുക്കേണ്ടത്. പീസിലും നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ അടിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്ത് അടിക്കണമെങ്കിൽ അടിക്കാം. ഇനി അപ്പുറത്തെ കാലും എല്ലാ 4 കാലും ഇതേപോലെ തന്നെ അടിഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. അകവും പുറമൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. ഇപ്പം 4 കാലും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്യണം. അതിനായിട്ട് ക്രോച്ച് ഏരിയയാണ് ജോയിൻ ചെയ്യേണ്ടത് ആദ്യമേ. അപ്പോൾ ക്രോച്ച് ഏരിയ രണ്ടും കൂടി നല്ല വശവും കൂടി ചേർത്ത് വെക്കണം. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഈ അറ്റത്തുനിന്ന് ഒരുപോലെ വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. വലിക്കരുത്, തുണി വലിക്കാൻ പാടില്ല. കാരണം ഇത് വലിയുന്ന തുണിയാണ്. വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ അടിച്ചു പോരുക. ക്രോച്ചിൻ്റെ ഇവിടെ നമ്മൾ സമമായിട്ട് വെക്കണം. സമമായി കിട്ടും. കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, സമമായിട്ട് കിട്ടും. അപ്പോൾ അതേ കണ്ട, എനിക്ക് ക്രോച്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിക്കരുതെന്ന് പറയുന്നത്. ക്രോച്ചിൻ്റെ അവിടെ വേണേൽ ഒരു കെട്ടിട്ടോ കേട്ടോ, ഇരിക്കുന്നതൊക്കെ അല്ലേ. അവിടുന്ന് നേരെ താഴേക്ക് തയ്ച്ചുകൊണ്ട് വരും. വലിക്കരുത്, വലിച്ചു കഴിഞ്ഞാൽ താഴെ കയറിയും കുറഞ്ഞൊക്കെ കിടക്കും. ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കെട്ടിയിട്ട് നിർത്തുക. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ പുറത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. ഞാൻ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി അപ്പുറത്തെ വശം രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിവിടെ ഒരു സ്ലിറ്റാണ് ഇടേണ്ടത്. ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ലിറ്റ് ഇടണം. അപ്പോൾ അതിനായിട്ട് താഴത്തെ നമുക്ക് എത്ര വണ്ണം വേണം അത് നമ്മൾ അടയാളപ്പെടുത്തണം. അത് ഈ മടക്കി അടിച്ച ഭാഗം വിട്ടിട്ട് ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. നോക്കേണ്ടത് ഇവിടുന്ന് കണ്ട, ഇവിടുന്ന് ഒരു 6.25 നമുക്ക് വേണം. 6.25 6 മതി. പക്ഷെ ഞാൻ 6.25 എടുക്കുന്നുണ്ട്. അവർക്ക് ലൂസ് വേണമെന്ന് പറഞ്ഞോണ്ട് ആ 6.25 അവിടെ നമ്മൾ സ്ലിറ്റ് അടിക്കാനുള്ള വിട്ടിട്ട് ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. ഇവിടുന്ന് കെട്ടിയിട്ട് തുടങ്ങുക. അതിനുശേഷം മുകളിലേക്ക് ഇങ്ങനെ അടിച്ചു പോരുക. ഇവർക്ക് ലൂസായിട്ടുള്ള ഇതാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് അളക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റാണ്. അപ്പം നമുക്ക് കാലിൻ്റെ തുടവണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ആ അളവ് ഇവിടെ ആയിട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണേൽ എടുക്കാം. ഇത് കറക്റ്റാണ്. നമുക്ക് പിടിച്ചിരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു രീതിക്കാണ് ചെയ്തേക്കുന്നത്. പിടിച്ചിരിക്കത്തും ഇല്ല, എന്നാൽ കറക്റ്റിന് നിൽക്കുകയും ചെയ്യും. അല്ലേ, ഇവിടെ നമ്മൾ സമം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കട്ടിട്ട് കൊടുത്തത്. ഇവിടെ ഇപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും നിങ്ങളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ക്രോച്ച് നമ്മളെപ്പോഴും കറക്റ്റായിട്ടിരിക്കണം. ഇത് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുവാണ്. ഇപ്പം ഒരു കാല് ഫുള്ളും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ലിറ്റ് ഇടണം. അതിന് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ജോയിൻ ചെയ്യാം. ഈ വശവും ഇതേ സെയിം മെത്തേഡിൽ തന്നെ 6.25 അടയാളം ഇത് ഇങ്ങനെ വെക്കണം. ഇവിടെ രണ്ടും സമമായിട്ട് വെക്കണം. ഇപ്പുറത്തെ 2 സൈഡും ഇങ്ങനെ സമമായിട്ട് വെക്കുക. അതിനുശേഷം ഇങ്ങനെ 6.25 അടയാളപ്പെടുത്തുക. ഏറ്റവും അടിഭാഗം എത്ര ലൂസ് നിങ്ങൾക്ക് വേണം അത് നിങ്ങൾ അടയാളപ്പെടുത്തുക. മിക്കവർക്കും 6ഉം 6.25 തന്നെ കറക്റ്റാണ്. മുകളിൽ വല്ല ബാലൻസ് നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. ഇനി നമുക്ക് കാലിൻ്റെ അറ്റത്ത് നമുക്ക് സ്ലിറ്റ് അടിക്കാം.
ഇവിടെ ഇങ്ങനെ വേണ്ടേ, അതിനായിട്ട് ഇവിടെ നിന്ന് ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്ലിറ്റ് അടിക്കും. ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ സെയിം മെത്തേഡിലാണ് ഇതും അടിക്കേണ്ടത്. ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിടുക. ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ ഇവിടെ നമ്മളിങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ച് നിർത്തുക, കുത്തി നിർത്തുക, വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലിറ്റ് അടിക്കുന്നത്. വേറെ പല രീതിയിൽ അടിക്കാം, ഞാനിങ്ങനെ അടിച്ചേക്കുന്നത്. ഇതിങ്ങനെ കണ്ട. അതുപോലെ തന്നെ അപ്പുറത്തെ കാലും സ്റ്റിച്ച് ചെയ്യണം. ഇതിങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് നേരെ വെട്ടുക. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കുക. നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് മടക്കി അടിക്കാവുന്നതാണ്. അതിനായിട്ട് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ 2 ഇഞ്ചല്ലേ നമ്മൾ കൂട്ടിയിട്ടത്, ഈ 2 ഇഞ്ചാണ് നമ്മൾ കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ 2 ഇഞ്ചിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുക. മനസ്സിലായോ? ഒരു ഇലാസ്റ്റിക് കയറുന്ന വലിപ്പം. ഇതേ 2 ഇഞ്ച് വീതിയിൽ തന്നെ ഫുള്ളും നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് കറക്റ്റായിട്ട് വരുന്ന പോലെ നമ്മളിപ്പോൾ ഇച്ചിരി ചുരുക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ കൂടുതലുള്ളതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ടേ. നിങ്ങൾ ഈ വീതിക്ക് തന്നെ ബാക്കിലും 2 ഇഞ്ച് വീതിക്ക് തന്നെ അടിച്ചു പോവുക. ഒരു കുഴപ്പവും വരത്തില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് വരാൻ ഇവിടെയായിട്ട് ഒരു ചെറിയ ചുരുക്കിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുക. തുണി നമ്മൾ വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ പണി പാടും. ഇവിടെയും വീണ്ടും കണ്ട, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വരാനായിട്ട് ഇവിടെ ഒരു ചെറിയ കുഞ്ഞി ചുരുക്കിട്ട് കൊടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തണം. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് ബാക്കി അടിച്ചാൽ മതി. ഇനി നമ്മൾ ഇലാസ്റ്റിക് കൂടി ഇട്ടാൽ മതി. ഈ ഇലാസ്റ്റിക് എങ്ങനെയാണ് അളക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് നിങ്ങളുടെ വേസ്റ്റ് വണ്ണം എത്രയാണോ ആ വണ്ണത്തിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് എടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് 40 ഇഞ്ചാണ് വണ്ണം ഉള്ളത്, വേസ്റ്റ് വണ്ണം. അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 40 നിന്ന് 4 കുറച്ചപ്പോൾ 36 ഇഞ്ച് നീളത്തിൽ ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളും കയറ്റി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റം എത്തുമ്പോൾ നമുക്ക് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ കെട്ടിയിട്ട് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ കെട്ടിയിട്ടേക്ക്. അതിനുശേഷം ഇങ്ങനെ എടുത്തിട്ട് ഈ മുകളിൽ കൂടെയും 2 സ്റ്റിച്ച് കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട, ഇത് അഴിഞ്ഞു പോകുന്നു. എന്നിട്ട് നമ്മളിതിങ്ങനെ അകത്തേക്ക് കയറ്റി വിടണം. അപ്പോൾ ഇത് നമ്മൾ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കുക. നേരത്തെ ഇത് കയറ്റാനായിട്ട് കുറച്ച് സ്പേസ് വിട്ടില്ലേ, അത് നമ്മൾ ഇതടിച്ച് ജോയിൻ ചെയ്യുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ഇലാസ്റ്റിക് വേണ്ട, ബാക്കിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിക്കാവേ. ബാക്കിൽ മാത്രം ഇലാസ്റ്റിക് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നതുണ്ട, ഇതാണ് ഇതിൻ്റെ ബാക്ക്, ഇത് ഫ്രണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോകത്തില്ല. താഴ്ഭാഗത്ത് നമ്മൾ ഇതിട്ടിട്ടുണ്ട്. കണ്ടോ? നല്ലൊരു പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസ്, നല്ല മോഡൽ ഒക്കെ ഞാൻ കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.